എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നല്ലൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. ചുമപ്പ് കളറിലുള്ള നാരങ്ങ അച്ചാർ മുളക് പൊടിയൊക്കെ ഇട്ട്. അപ്പോൾ ഈ നാരങ്ങ ഞാൻ ഇതുപോലെ മുറിച്ചിട്ട് ഇതുപോലെ ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ വെച്ച് പുഴുങ്ങിയെടുത്തിട്ട് ആ വെള്ളമാണ് ഇതിൽ ഇച്ചിരി ഇരിക്കുന്നത്. പുഴുങ്ങിയെടുത്തിട്ട് ഞാനത് ആറിയപ്പോൾ ഇച്ചിരി ഉപ്പും ചേർത്താണ് പുഴുങ്ങിയത്. അത് ആറിയപ്പോൾ ഞാനിത് മുറിച്ചിട്ട് ഇതേ കഷ്ണമാക്കി. ഇത്രയേ ഉള്ളൂ, ഒരു 4-5 നാരങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതായിരിക്കുന്നത്. അതിന് കടുക് വറുക്കാനുള്ള മുളകുണ്ട്, കടുകുണ്ട്, ഉലുവയുണ്ട്. ഉലുവ വേണം, പിന്നെ കായപ്പൊടി വേണം, കായപ്പൊടിയുണ്ട്, പിന്നെ മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പോൾ നമുക്കിത് കടുക് വറുത്ത് ചെയ്യാൻ തുടങ്ങാം. ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് വെക്കാം. നാരങ്ങയുടെ വെള്ളമാണ് ഇതിലുള്ളത്. നാരങ്ങ വെച്ച് തിളപ്പിച്ചത് ഇതിനകത്താണ്. അത് ഇതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. കുറച്ച് നല്ലെണ്ണ. നമ്മുടെ ഈ ഇതേം നല്ലെണ്ണയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. നല്ലതാണിത്, നല്ല പ്യുവറായിട്ടുള്ള നല്ല എണ്ണയാണ്. ഇതിനെല്ലാം അച്ചാറിനെല്ലാം നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ കണക്ക് കൂട്ടിയൊന്നും ഇടണ്ട. ഇതൊക്കെ നമ്മുടെ കൈയുടെ ഒരളവാണ്. നമുക്ക് ഏകദേശം നമ്മൾ കുറേ പ്രാവശ്യം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൈയ്ക്ക് ഒരളവുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ടാൽ മതി. നല്ല കറിവേപ്പില നമ്മൾ പിഞ്ച് തിട്ടിക്കൊണ്ടുവരണം. നമ്മുടെ ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട്, കാണിച്ചിട്ടൊക്കെ ഉണ്ട്. കുറേ കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ടു. അതിനകത്തേക്ക് ഞാനൊരു കൂട്ടം മറന്നുപോയി. വെളുത്തുള്ളി ഉണ്ടായിരുന്നേ. വെളുത്തുള്ളി ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നു. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് 2 പച്ചമുളക് വേണമെങ്കിൽ ഇടാം. ഇതിനോടൊപ്പം തന്നെ വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമുക്ക് 2 പച്ചമുളക് ഇടാം. വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നാരങ്ങയ്ക്ക്. ഇങ്ങനെ ഒന്ന് വഴണ്ട് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരപ്പുകളൊക്കെ ചേർക്കാം. ഇത് നമ്മൾ ആദ്യം തൊട്ടേ തിളപ്പിക്കുന്നതും തൊട്ടേ എടുക്കില്ല എന്നുള്ളതിൽ ഇത്രയേ ഉള്ളൂ കാര്യം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ അച്ചാർ. ഇരുന്നോളയും ചെയ്യും നന്നായിട്ട്. നമ്മളിതിൽ വിനാഗിരിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് ഉപ്പ് പൊടിയും കൂടി വേണം. ഉപ്പ് പൊടി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് പൊടിയും വേണം. പച്ചമുളക് വേണമെന്നൊന്നുമില്ല. പച്ചമുളക് വേണ്ടുന്നവർ കാന്താരി മുളക്, നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ടല്ലോ അതി. അപ്പോൾ പിന്നെ അതിന് പ്രത്യേകിച്ച് പച്ചമുളകിൻ്റെ കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് കാന്താരിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 കാന്താരി മുളക് ഇടുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് കാന്താരി മുളകോട് ഇട്ട് കൊടുക്കണേ. കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഒക്കെ ഈ ഒരു സമയത്ത് ഇതുപോലെ വഴണ്ട് വരുന്ന സമയം നമ്മൾ ഇട്ട് കൊടുക്കണം. തീ നമുക്ക് നന്നായി കുറച്ച് വെക്കാം. കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ആദ്യം ഇടാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടാണ് നാരങ്ങ വെച്ചത്, എന്നാലും കുറച്ച് ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
കുറച്ച് അത്രയും മതി. കായപ്പൊടി NSൻ്റെ നല്ല കായപ്പൊടിയാണത്, ഞാനതാണ് എപ്പോഴും മേടിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്. തീയ് കുറയ്ക്കുകയോ അണയ്ക്കുകയോ ചെയ്തിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. പോയിട്ടുണ്ട്. നമുക്കിനി നാരങ്ങ ഉണ്ട്, നമ്മൾ വെച്ചേക്കുന്ന നാരങ്ങ അതിലേക്ക്, അതിൽ ഇത്തിരി ചാറുമുണ്ട്. നാരങ്ങ ഇതിലേക്ക് ഇട്ട് നമുക്ക് ഇളക്കി. ഇത് ഇരിക്കണേ ഇപ്പം നമ്മൾ വേവിച്ച നാരങ്ങയാണ്, എങ്കിൽ പോലും ഇതൊന്ന് ഇരിക്കണം. ഒന്ന് ഇരുന്ന് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കണ്ട. ഇന്ന് ഒരു ദിവസം ഒരു ഫുള്ള് ഇവിടെ പുറത്ത് തന്നെ ഇതേ ചട്ടിയിൽ തന്നെ അങ്ങനെ ഇരിക്കണം. അടച്ച് വെച്ചിട്ട് നാളെ ആകുമ്പോൾ ഇതിൻ്റെ ബാക്കി വെള്ളമൊക്കെ അതിലിറങ്ങി അടിപൊളിയായിട്ടുള്ളൊരു നാരങ്ങാച്ചാറായിട്ട് ഇരിക്കും. നമുക്കത് പഴങ്കഞ്ഞി കുടിക്കുകയോ ചോറുന്നോ, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് വലിയ കയ്പൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ ഇട്ടൊന്നും വേവിച്ചെടുക്കുന്നതുകൊണ്ട് വലിയ കയ്പുണ്ടാകത്തില്ല. നല്ല നാരങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി വെച്ചാൽ മതി. കണ്ടു, ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഒന്ന് വഴറ്റിയിട്ട് തീ ഓഫാക്കി കൊടുക്കാം. നല്ല അടിപൊളി ചുമന്ന നാരങ്ങ അച്ചാർ നമുക്കിത് ഓണത്തിന് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ നാളെ എടുത്ത് കുപ്പിയിലിട്ട് വെച്ചാൽ നമുക്കിത് വലിയ നാരങ്ങ അല്ല, ഇത് ചെറുനാരങ്ങ അച്ചാർ വേണമല്ലോ നമുക്ക്. അപ്പോൾ ഇതെല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും. അപ്പോൾ എൻ്റെ ഈ നാരങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായ കമൻറ്റൊക്കെ ചെയ്യണേ. താങ്ക് യു.